ഹായ് കൂട്ടരെ, എല്ലാവർക്കും സുഖം തന്നെയല്ലേ. നമുക്കിന്ന് നല്ല കൂന്തൽ ഒന്ന് ഫ്രൈ ചെയ്തെടുത്ത് നോക്കിയാലോ. അപ്പോൾ അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചുവന്നുള്ളി, അതേപോലെ തന്നെ പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില, മസാലപ്പൊടി, അതായത് ഗരം മസാലയുണ്ട്, മുളക് പൊടിയുണ്ട്, മല്ലിപ്പൊടിയുണ്ട്, മഞ്ഞൾപ്പൊടിയുണ്ട്, കുരുമുളക് പൊടിയുണ്ട്, പിന്നെ തേങ്ങാക്കൊത്ത്, ചെറുനാരങ്ങ. അപ്പോൾ ഇത്രയും ഐറ്റംസാണ് നമുക്ക് ആവശ്യമായിട്ട് വേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ കൂന്തലിലേക്ക് ഈ മസാലകളെല്ലാം കൂടി ഒന്ന് പെരട്ടി കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ ഇതാ കൂന്തൽ എല്ലാം കഴുകി ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി നല്ലതുപോലെ ഒന്ന് മുറിച്ച് വെച്ചിരിക്കുന്നതാണ്. ഇനി അതിലേക്ക് നമ്മളുടെ മസാലകളെല്ലാം അങ്ങോട്ട് ചേർത്ത് അങ്ങോട്ട് കൊടുക്കാം. അതിനുശേഷം ഇതിനെ നല്ലതുപോലെ ഒന്ന് തിരുമ്മി നമുക്കിതിനെ കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ ആ സമയത്ത് തന്നെ നമുക്ക് കുറച്ച് ചെറുനാരങ്ങ നീര് കൂടെ ഇതിലേക്കൊന്ന് പിഴിഞ്ഞ് കൊടുക്കാനുണ്ട്. അപ്പോൾ അതുകൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതൊക്കെ ചേർത്ത് അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി അത് കഴിഞ്ഞിട്ട് ഒരല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നീട് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന തേങ്ങാ കൊത്തുകളുടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതെല്ലാം കൂടെ ഒരുമിച്ച് നല്ലതുപോലെ ഒന്ന് ശരിക്കും കൈകൊണ്ട് തന്നെ തിരുമ്മി മിക്സ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ല കേട്ടോ. അതിനുശേഷം ഇതിനെ ഏകദേശം ഒരു മണിക്കൂറോളം നമുക്കിതിനെ മാറ്റി വെക്കാം. അതിനുശേഷം നമുക്കിതാ നമ്മളുടെ എണ്ണ അങ്ങാട് ഒരു പാനിലേക്ക് ഒഴിച്ചിട്ട് ചതച്ച് വെച്ചിരിക്കുന്ന ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. ഇതൊക്കെ നല്ല രീതിയിൽ തന്നെ ഒന്ന് മൊരിഞ്ഞ് വരുമ്പോഴത്തേക്കും അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും അതേപോലെ തന്നെ കറിവേപ്പിലയും ഈ സമയത്ത് ഇട്ട് കൊടുക്കാം. അങ്ങനെ ഇതെല്ലാം ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മളുടെ കൂന്തൽ, കണവ എന്നൊക്കെ പറയും. അപ്പോൾ ഈ സാധനത്തിനെയും കൂടി ഇതിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്കിതിനെ ആദ്യം തന്നെ ഒന്ന് വേവിച്ചെടുക്കാനുണ്ട്. കാരണം കൂന്തൽ ഇത്തിരി വേവ് കൂടുതലാണ്. അപ്പോൾ നല്ല രീതിയിൽ വെന്ത് കഴിഞ്ഞാൽ മാത്രമേ ഇതിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുവരെ നമുക്കിതിനെ ഒന്ന് മൂടി വെച്ചൊക്കെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ കൂന്തലിലുള്ള വെള്ളം കൊണ്ട് തന്നെ ഇത് വെന്ത് വന്നോളും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇതാ നമ്മളുടെ കൂന്തൽ ആ ചട്ടിയിൽ തന്നെ കിടന്നിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് വെന്ത് റെഡി ആയിട്ടൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഇതിനെ ഡ്രൈ ആയിട്ട് എടുക്കുക എന്നുള്ളൊരു പരിപാടിയാണ് നമ്മളുടെ മുന്നിൽ ബാക്കിയുള്ളത്. അപ്പോൾ അതിനുശേഷം നമുക്ക് നല്ലതുപോലെ ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ചിട്ട് ശരിക്കും അടിക്ക് പിടിക്കാത്ത രീതിയിൽ തന്നെ ഇളക്കി നല്ല രീതിയിൽ തന്നെ ഇതിനെ ഒന്ന് റോസ്റ്റ് ചെയ്ത് ആദ്യം തന്നെ എടുക്കാം. അപ്പോൾ ഇതാ നല്ല സ്റ്റൈലായിട്ട് തന്നെ ഇവൻ അങ്ങോട്ട് റെഡി ആയിട്ടൊക്കെ അങ്ങോട്ട് വരുന്നുണ്ട്. ഏകദേശം ചാറൊക്കെ എല്ലാം പറ്റി നല്ലതുപോലെ ഒന്ന് കുറുകി റെഡി ആയിട്ടൊക്കെ ഇരിപ്പുണ്ട്. ഇനി ഒന്ന് കൂടെ ഒന്ന് ഫ്രൈ ചെയ്ത് ഈ രീതിയിലൊന്ന് എടുത്താൽ മതി. ഡ്രൈ ആയിട്ടൊന്നും ഫ്രൈ ആവേണ്ട, അതായത് ഡീപ് ഫ്രൈ ഒന്നും ആവേണ്ട കാര്യമൊന്നുമില്ല. ഈ രീതിയിൽ തന്നെ ഒന്ന് ഫ്രൈ ആയാൽ മതിയാവും. അതാണ് കൂടുതൽ രുചികരമായിട്ടുള്ളത്. അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ നമ്മളുടെ പരിപാടി. അപ്പോൾ കൂന്തൽ ഇതേപോലെ തന്നെ ഫ്രൈ ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് ബാക്കി ഉണ്ടായിരുന്ന ആ നാരങ്ങയുടെ നീര് കൂടി ഇതിലേക്ക് പിഴിഞ്ഞ് ചേർത്തതിന് ശേഷം നമുക്കിതിനെ ഉപയോഗിക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ കൂന്തൽ റെസിപ്പി. ചെയ്യേണ്ട കാര്യങ്ങൾ വളരെ ഈസി ആയിട്ട് തന്നെ ഇത് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഇത് ഇഷ്ടമായി കാണും എന്ന് പ്രതീക്ഷിക്കുന്നു.